നമ്മളിപ്പം ലാപ്ടോപ്പിൽ തന്നെ നിങ്ങൾ ഒരു ടെക്കിയാണല്ലോ, അപ്പം ലാപ്ടോപ്പിൽ തന്നെ നിങ്ങൾക്കറിയാമല്ലോ പല പ്രോസസ്സറുള്ള മെഷീനുണ്ട്. എല്ലാ പ്രോസസ്സറിനും ഒരേ വിലയല്ല. അപ്പം ബേസിക് പ്രോസസ്സറുള്ള മെഷീൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ സ്പീഡിലായിരിക്കില്ല ആ മെഷീൻ നമുക്ക് ഔട്ട് തരുന്നത്. അതുപോലെ തന്നെ ഹിയറിംഗ് എയ്ഡ്സും, അത് മെഷീൻ്റെ സ്പീഡ് എത്ര ബെറ്റർ ആവുന്നോ അത്രയും അതിൻ്റെ കോസ്റ്റ് വരും. പ്രോസസ്സറിൻ്റെ സ്പീഡ് മാത്രമല്ല, ഇതിൻ്റെ അകത്ത് ഓഡിയോളജിസ്റ്റായ എനിക്ക് നിങ്ങൾ പറയുന്ന രീതി ഇതിനെ കസ്റ്റം ചെയ്ത് നിങ്ങൾ ഓരോ കാര്യങ്ങൾ മൈന്യൂട്ട് കാര്യങ്ങൾ പറയുന്ന പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഹാൻഡിൽസ് കൂടുന്നതനുസരിച്ച് ആണ് ഇതിൻ്റെ വില. കാരണം ഇതിൻ്റെ പുറകിൽ ഒരുപാട് വലിയ R&D റിസർച്ച് ടീമുണ്ട്. അപ്പോൾ അവർ ഓരോ ആൾക്കാർക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അവർക്ക് അതിൻ്റെ കറക്ഷൻസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പം ഇത്രയും ഹെവി വർക്ക് റിസർച്ചും കാര്യങ്ങളും എല്ലാം പുറകെ വർക്ക് ചെയ്യാനുള്ള കോസ്റ്റ് വരും. കാര്യം ഹിയറിംഗ് എയ്ഡ്സ് എല്ലാവരും യൂസ് ചെയ്യുന്ന സാധനമല്ല, മൊബൈൽ യൂസ് ചെയ്യുന്ന പോലെ എല്ലാവരും ഉപയോഗിക്കുന്ന സാധനമല്ല. അപ്പം നമ്പർ ഓഫ് ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നതും കുറവാണ്. അപ്പം ഇത്രയും ടെക്നോളജി കൂടിയ സാധനം, അതായത് ഈ മൈന്യൂട്ട് സാധനമാണ് ഈ പ്രോസസ്സിങ് എല്ലാം ചെയ്യേണ്ടത്.